ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ പങ്കാളികളായിരിക്കുന്ന എൻ്റെ ദൈവജനവുമേ, എത്ര മനോഹരമായ അനുഭവത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയും നോമ്പും വ്രതശുദ്ധിയോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ സമർപ്പിക്കുന്ന നിമിഷമാണ്. ഈ 2025 ആണ്ടിൻ്റെ അവസാന മാസത്തിലോളം നമ്മളെ നടത്തിയ ദൈവകൃപകൾക്ക് നമുക്ക് നന്ദി പറയാം. അതിലുപരിയായിട്ട് ഈ സമയം നമുക്കറിയാം, ഭവനങ്ങളെ പല വർണ്ണത്തിലുള്ള മാല ബൾബുകളും അതുപോലെ തന്നെ നല്ല നല്ല സ്റ്റാറുകളൊക്കെ ഇട്ട് നമ്മൾ ഭവനങ്ങളെ ഒരുക്കുന്നുണ്ട്. കാലാവസ്ഥ വളരെ തണുപ്പായിരിക്കുന്നു. ശരീരത്തിൻ്റെ ഉള്ളിൽ വ്രതനോമ്പിൻ്റെ അനുഭവത്തിൽ വിശുദ്ധിയുടെ അനുഭവം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. മനസ്സിന് സമാധാനം നൽകുന്ന അനുഗ്രഹീതമായ അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കുന്ന അനുഭവം. ഈ ക്രിസ്മസ് നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ബഹുമാനത്തോടെ നമ്മോടും പറയുന്നു, കർത്താവ് നിന്നോട് കൂടെ. നമ്മളെല്ലാവരും ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ അവിടെ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഭവനത്തിലും രക്ഷകനായ കർത്താവ് പിറന്നിട്ടുണ്ട്. ഞങ്ങൾ കർത്താവിനെ പേറുന്നവരാണ്. ഈ വലിയ അനുഗ്രഹം ഞങ്ങളുടെ ഭവനത്തിലേക്ക് ലഭിച്ചുവെന്ന് വിദ്വാൻമാർ യാത്ര ചെയ്തത് ആ നക്ഷത്രത്തെ നോക്കിയാണ്. കർത്താവ് ജനിച്ചുവെന്ന ആ വലിയ ഒരു അടയാളം, ആ അടയാളം നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ രക്ഷകനായ കർത്താവിൻ്റെ അനുഭവം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നവരാണോ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് രക്ഷയുടെ പദ്ധതിയിലേക്കാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്? ഈ ഒരു വർഷക്കാലത്തോളം രക്ഷയുടെ അനുഭവത്തോടെ ദൈവം നടത്തിയപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അനുസരിച്ച് ഞാൻ എന്ത് രക്ഷയാണ് മറ്റുള്ളവർക്ക് നൽകിയത് എന്ന് നമ്മളെ ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഇന്നും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും പട്ടിണിയുടെയും അനുഭവത്തിൽ അനേകർ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ ഓർത്ത് സ്തോത്രം കരയേറ്റി അവർക്ക് നൽകേണ്ടതായ അനുഭവങ്ങളിലേക്ക് നമ്മൾ പങ്കുചേർന്നിട്ടുണ്ട്. ഇവിടെ നമ്മോട് ക്രിസ്മസ് കാലത്തിനോട് ചേർന്ന് നമ്മൾ പറയുന്നുണ്ട്, ഈ വലിയ മഹാസന്തോഷം പങ്കുവയ്ക്കുന്നത് ആട്ടിടയന്മാരോടാണ്. ആ പാവപ്പെട്ടവരോട് ചേർന്ന് ദൈവം സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളുണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളും പാവപ്പെട്ടവരൊപ്പം ചേർന്ന് പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ഈ ക്രിസ്മസ് നമ്മോട് ചോദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെയും നിന്ദിക്കപ്പെട്ടവരുടെയും ഈ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരുടെ ഒപ്പമുള്ള ഒരു ജീവിത അനുഭവമായിരുന്നു. ഇന്ന് നമ്മുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്ന അനേകരുണ്ട്. നമ്മുടെ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മൾ പലരെയും മാറ്റിവെക്കുന്നവരുണ്ട്. ഇവിടെ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവം എന്നോട് കൂടെ എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പമുണ്ടാകുന്നെന്ന വലിയൊരു ബോധ്യം കൂടി നമുക്ക് വേണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്കെല്ലാം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കൽ പോലും പ്രാർത്ഥനയിൽ ലഭിച്ചതിന് നന്ദി പറയുന്നവരായിട്ട് മാറ്റപ്പെടണം. അതാണ് ഈ ക്രിസ്മസ് കാലം നമ്മോട് പറഞ്ഞത്. നമുക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറ്റപ്പെടുമ്പോൾ ദൈവം കൂടുതലായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ എപ്പോഴും പരാതികളായിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നു പോകുമ്പോൾ പരാതികളെ എണ്ണം കൂടുക എന്നല്ലാതെ അതിനൊരു കുറവ് ഉണ്ടാകുകയില്ല. ക്രിസ്മസ് കാലം നമ്മോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ മുന്നോട്ട് യാത്ര ചെയ്യുക, രമിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ഒപ്പം തന്നെയുണ്ട് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ക്രിസ്മസ് നമുക്ക് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കർത്താവിൽ ജനമേ, ഈ ക്രിസ്മസ് കാലം നമ്മൾ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആരാരുമില്ലാത്തവരോടൊപ്പം പങ്കുവയ്ക്കാൻ നമുക്ക് സാധ്യമാകണം. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ ഭവനത്തിൽ ഞാൻ നക്ഷത്രമിടുമ്പോൾ എൻ്റെ കർത്താവ് ഈ ഭവനത്തിൽ രക്ഷകനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭവനത്തിൽ രക്ഷയുടെ അനുഭവമല്ലാതെ മറ്റൊരു അനുഭവം എൻ്റെ ഭവനത്തിലുണ്ടാവില്ല. ഞാൻ കാരണം എൻ്റെ ഭാര്യ സങ്കടപ്പെടില്ല, ഞാൻ കാരണം എൻ്റെ മക്കൾ സങ്കടപ്പെടുകയില്ല, ഞാൻ കാരണം എൻ്റെ മാതാപിതാക്കൾ സങ്കടപ്പെടില്ല, ഞാൻ കാരണം എൻ്റെ അയൽപ്പക്കക്കാർ സങ്കടപ്പെടില്ല, ഞാൻ കാരണം ഈ സമൂഹത്തിൽ ഒരാളും സങ്കടപ്പെടില്ല, ഞാൻ കാരണം എല്ലാവരും സന്തോഷിക്കും. മറിയാമിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, എലിസബത്തിൻ്റെ
ഗർഭത്തിലുള്ള പിള്ള സന്തോഷത്തോട് ആനന്ദിച്ച പോലെ എൻ്റെ ശബ്ദവും എൻ്റെ വന്ദനവും കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ദൃഢപ്രതിജ്ഞ ഈ ക്രിസ്മസ് കാലം നമ്മൾ എടുക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിൻ്റെ അനുഭവമാക്കി തീർക്കണം. എങ്ങനെയാണ് കർത്താവിൽ എന്നിൽ വസിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനം ലഭിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ ഒപ്പം വസിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സങ്കടമാണ് വരുത്തുന്നതെങ്കിൽ എൻ്റെ ഒപ്പം എൻ്റെ കർത്താവ് ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ തിരുത്തേണ്ടതായ ഇടങ്ങൾ, തിരുത്തേണ്ടതായ വാക്കുകൾ, ഏറ്റുപറയേണ്ടതായ തെറ്റുകൾ അവസാനിപ്പിച്ച് എൻ്റെ കർത്താവിനോടൊപ്പം ഒരു വർഷം അനുഗ്രഹിച്ച കൃപകൾക്ക് ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ ഈ ജീവിതം നമുക്ക് ദൈവത്തെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അനുഗ്രഹമായ പുതുവർഷത്തിന് നമുക്ക് വേണ്ടി ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.